വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മെൻ്റൽ ഡിസോർഡർ DSM ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് DSM 5 തുടങ്ങിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ എന്താണ് മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. Definitions of mental disorders in DSM 5 considers 5 factors. First one, behavioral or psychological syndrome or pattern that occur in an individual. ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ബിഹേവിയറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സിൻഡ്രം ആണ് എന്ത് മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ആൻ അണ്ടർലൈൻ സൈക്കോബയോളജിക്കൽ ഡിസ്ഫങ്ഷൻ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സൈക്കോബയോളജിക്കൽ ഡിസ്ഫങ്ഷൻ ആണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് വിച്ച് ആർ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് ഓർ ഡിസബിലിറ്റി. ഇത്തരത്തിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഡിസ്ട്രസ്സോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മസ്റ്റ് നോട്ട് ബി മിയർലി ആൻ എക്സ്പെക്ട് റെസ്പോൺസ് ടു കോമൺ സ്ട്രെസ്സസ് ആൻഡ് ലോസ്. സാധാരണ വ്യക്തികളിൽ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ലോസോ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അവർ പ്രകടിപ്പിക്കുന്ന പോലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കില്ല ഇത്തരത്തിലുള്ള വ്യക്തികൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. ആൻഡ് പ്രൈമറി എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഡീവിയൻസ് ഓർ കോൺഫ്ലിക്റ്റ് വിത്ത് സൊസൈറ്റി. പ്രൈമറിലി അവർ എങ്ങനെയായിരിക്കും? സോഷ്യൽ ഡീവിയൻസ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള വ്യക്തികളും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് മെൻ്റൽ ഡിസോർഡർ എന്നതിനെക്കുറിച്ച് അവർ ഡിഫൈൻ ചെയ്തത്. മെൻ്റൽ ഡിസോർഡർ ഇറ്റ്സ് ഓൾസോ കോൾഡ് മെൻ്റൽ ഇൽനെസ് ഈസ് എ സൈക്യാട്രിക് ഡിസോർഡർ is a behavioral or mental pattern that causes significant distress or impairment of personal functioning. മെൻ്റൽ ഡിസോർഡറിനെ മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസോർഡർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഹേവിയറൽ ഓർ മെൻ്റൽ പാറ്റേൺ. ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ബിഹേവിയറൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പാറ്റേൺ ആണ്. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കോസസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് ഓർ എംപയർമെൻറ്റ് ഓഫ് പേഴ്സണൽ ഫങ്ഷൻ. ആ വ്യക്തിയുടെ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പാറ്റേണിനെയാണ് നമ്മൾ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. Mental disorder is a behavioral or mental pattern that causes significant distress or impairment of personal functioning. ഇതാണ് മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ മെൻ്റൽ ഡിസോർഡറിന് വേറെ നെയിമിലും മെൻ്റൽ ഡിസോർഡേഴ്സ് അറിയപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് സൈക്യാട്രിക് ഡിസോർഡർ എന്നറിയപ്പെടുന്നുണ്ട്, സൈക്കോളജിക്കൽ ഡിസോർഡർ, മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ ഡിസീസ്, മെൻ്റൽ ബ്രേക്ക് ഡൗൺ, നെർവസ് ബ്രേക്ക് ഡൗൺ, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, ഇങ്ങനെ വ്യത്യസ്ത പേരിൽ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. ഈ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി, അതുപോലെ തന്നെ പ്രിവെൻഷന് വേണ്ടി, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേരിയസ് അറ്റംപ്റ്റ്സ് ഹാവ് ബീൻ മെയ്ഡ്. അപ്പോൾ mentionable among these are the attempt made by American Psychiatric Association APA and the World Health Organization. അപ്പോൾ അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയതിൽ ഒരു മെൻഷനബിൾ ആയിട്ടുള്ള രണ്ട് അസോസിയേഷൻസ് ആണ്. എന്താണ്? അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും. The APA has developed diagnostic and statistical manual of mental disorders, that is DSM. APA ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഡയഗ്നോസിസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് മെൻ്റൽ പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും പ്രിവെൻഷനും നടത്താൻ വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മാനുവലാണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഓർ DSM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് DSM എന്നുള്ളത്. ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷൻ, അവർ ഈ മെൻ്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്താണ് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഓർ ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇതിൽ എമംഗ് ദീസ് ദ DSM ഈസ് ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം
ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡയഗ്നോസിസ് സിസ്റ്റമാണ് ഈ DSM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി റിസർച്ചേഴ്സ് ആൻഡ് തെറാപ്പിസ്റ്റ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് വർക്കേഴ്സ്. ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകൾ, അതുപോലെ മെൻ്റൽ ഹെൽത്ത് വർക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡയഗ്നോസ്റ്റിക് സിസ്റ്റമാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇറ്റ് എനേബിൾ ദ പ്രൊഫഷണൽ ടു സ്പീക്ക് ദ സെയിം ലാംഗ്വേജ് വെൻ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് ആൻഡ് റിസർച്ചിങ് കൺവേഴ്സിങ് അബൌട്ട് എ വെറൈറ്റി ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ മേഖലയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരേ രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ കഴിയും. ഒരു സെയിം ഇപ്പോൾ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാൻ വെച്ചാൽ ഈ മാനുവൽ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ ഒരുപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാനൊക്കെ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മാനുവലാണ് ഈ DSM എന്ന് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ DSMനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. DSM എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ American Psychiatric Association. It is a handbook widely used by the clinicians and psychiatrists in the United States to diagnose the psychiatric illness. Psychiatric illnessനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ക്ലിനീഷ്യൻസും സൈക്യാട്രിസ്റ്റുകളും ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഓർ DSM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ American Psychiatric Association and it covers all categories of mental health disorders of both adult and children. ഇത് ഈ ഒരു DSM എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അഡൾട്ട്സിനും കുട്ടികളിലും വരുന്ന എല്ലാ രോഗങ്ങളുടെയും ഒരു ശേഖരണമാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഈ DSMൽ. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് descriptions, symptoms and criteria necessary for diagnosing mental health disorders. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ഓരോ മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്, അത് എങ്ങനെയാണ് അതിൽ ഒരു വ്യക്തിയിൽ ഇന്ന മെൻ്റൽ ഡിസോർഡർ ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ സിംറ്റംസ്, അതുപോലെ തന്നെ ആ ഒരു ഇന്ന മെൻ്റൽ ഡിസോർഡർ ആണ് എന്നത് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട എസെൻഷ്യൽ ക്രൈറ്റീരിയാസുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കാണ് DSM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് statistics concerning the gender is most affected by the illness, which gender is most affected by the illness. അതുപോലെ തന്നെ ഇതിൽ എന്താണ് വേറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻ ദ സ്റ്റാറ്റിസ്റ്റിക് which gender is most affected by the illness. ഏത് ജെൻഡറാണ് ഈ ഇത്തരത്തിലുള്ള ഇൽനെസ് കൂടുതൽ, ഏത് ജെൻഡറിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഇൽനെസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഏജ് ഓഫ് ഓൺസെറ്റ് ആൻഡ് ദ ഇഫക്ട്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് കോമൺ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്, അതിൻ്റെ ഇഫക്ട്സ് എന്താണ്, എത്ര ഏജ് ആയിരിക്കും അവർക്കുണ്ടാവുക, അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ പറയുന്ന DSMൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് DSMൻ്റെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ശരിക്കും DSM എന്ന് പറയുന്ന ഈ ഒരു മാനുവൽ ഫസ്റ്റ് പബ്ലിഷ് ഇൻ 1952 ഈ DSM എന്ന് പറയുന്ന മാനുവൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് 7 ടൈംസിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ന്യൂവസ്റ്റ് വേർഷൻ ഓഫ് DSM ഈസ് DSM-5 ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ May 2013. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് DSM-5 ആണ്. അത് അപ്ഡേറ്റ് ചെയ്തിരുന്നത് May 18, 2013 അത് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വേർഷനാണ് DSM-5 എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഹിസ്റ്ററിയാണ്. ഓരോ വർഷങ്ങളും അപ്ഡേറ്റ് ചെയ്തത്. DSM-1 1952, DSM-2 1968, DSM-3 1980, DSM-3R 1987, DSM-4 1994, DSM-4TR 2000 and DSM-5 2013. ഇനി DSM-4TR മൾട്ടി ആക്സസ് സിസ്റ്റം. DSM-4ൽ റിവിഷൻ നടത്തിയതിന് ശേഷം എഗെയിൻ അതിന്
ഒന്നുകൂടി അതിനെ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് DSM-4 എന്ന് പറയുന്നത്. അപ്പോൾ DSM-4 പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ദ DSM-4 വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1994 ആൻഡ് ലിസ്റ്റഡ് മോർ ദാൻ 250 മെൻ്റൽ ഡിസോർഡേഴ്സ്. DSM-4 എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത് 1994 അതിൽ 250 മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആൻ അപ്ഡേറ്റഡ് വേർഷൻ കോൾഡ് DSM-4 വാസ് പബ്ലിഷ്ഡ് ഇൻ 2000. അപ്പോൾ ആ DSM-4 അപ്ഡേറ്റഡ് വേർഷനാണ് DSM-4 എന്ന് പറയുന്നത്. ആ DSM-4 അപ്ഡേറ്റ് ചെയ്തത് 2000 and this version utilized a multi-axial or multi-dimensional approach for diagnosing mental disorders. അപ്പോൾ ഈ DSM-4 എന്ന് പറയുന്നത് മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് മൾട്ടി ആക്സിയൽ ഓർ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി ആക്സിയൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻറ്റൻഡഡ് ടു ഹെൽപ്പ് clinicians, psychiatrists make a comprehensive evaluation of client's level of functioning because mental illness often impact many different areas. അപ്പോൾ ഈ മൾട്ടി ആക്സിയൽ സിസ്റ്റം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻറ്റൻഡഡ് ടു ഹെൽപ്പ് ദ ക്ലിനീഷ്യൻസ് ആൻഡ് സൈക്യാട്രിസ്റ്റ്. ക്ലിനീഷ്യൻസിനെ അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ആക്സിയൽ അപ്രോച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി ആക്സിയൽ അപ്രോച്ചിന് ഒരു മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മൾട്ടി ആക്സിയൽ അപ്രോച്ച് ഈ DSM ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഡിസോർഡേഴ്സ് യൂസിങ് 5 DSM ആക്സിസ്. ഈ DSM-4 എന്ന് പറയുന്ന മാനുവൽ 5 ആക്സിസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓർ ഡയമെൻഷൻസ് ടു എൻഷുർ ദാറ്റ് ഓൾ ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ, ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റ് വർ കൺസിഡേർഡ് വെൻ മേക്കിംഗ് മെൻ്റൽ ഹെൽത്ത് ഡയഗ്നോസിസ്. അപ്പോൾ 5 ആക്സിസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്ത ഫാക്ടേഴ്സ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ, ബയോളജിക്കൽ, അതുപോലത്തെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ഒരു മെൻ്റൽ ഹെൽത്തിനെ ഡയഗ്നോസ് ചെയ്യാൻ ഒരു വ്യക്തിയെ ക്ലിനീഷ്യൻസിനെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലാണ് DSM-4 എന്ന് പറയുന്നത് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ നമ്മൾ പറഞ്ഞു 5 ആക്സസുകളാണ് അല്ലെങ്കിൽ ഡയമെൻഷൻസുകളാണ് DSM-4 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആക്സസ് 1 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആക്സസ് 1 ഈസ് ദ ക്ലിനിക്കൽ സിൻഡ്രം. ക്ലിനിക്കൽ സിൻഡ്രംസിനെ കുറിച്ചാണ് ഈ ആക്സസ് 1 പറഞ്ഞിരിക്കുന്നത്. ആക്സസ് 1 കൺസിസ്റ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ്. മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സും കുറിച്ചുമാണ് ഈ ആക്സസ് 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തും അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് മൂലം ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ്സുകളെ കുറിച്ചും ഇത്തരത്തിലുള്ള ഈ ആക്സസ് 1 അല്ലെങ്കിൽ ക്ലിനിക്കൽ സിൻഡ്രംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസോർഡേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് സച്ച് ആസ് മൂഡ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ ആ ഒരു ആക്സസ് 1 ഡിഫറെൻറ്റ് ഡിസോർഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന 2-3 എക്സാമ്പിൾസാണ് മൂഡ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അങ്ങനത്തെ ഡിസോർഡേഴ്സിനെയാണ് ഈ മെൻ്റൽ ഹെൽത്തും സബ്സ്റ്റൻസ് അബ്യൂസുമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമ്പയർമെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സുകളെയാണ് ആക്സസ് 1 ഇവർ ഉൾപ്പെടുത്തി. Axis 2, that is personality disorders and mental retardation. The Axis 2 was reserved for the personality disorders and mental retardation, and the word mental retardation was replaced by intellectual disability. ഈ മെൻ്റൽ റിട്ടാർഡേഷൻ എന്നുള്ളത് പിന്നെ ഇവർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന വാക്കുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ തുടങ്ങിയ ഡിസോർഡേഴ്സുകളാണ്. ദ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കോസ് സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലംസ് ഇൻ ഹൗ എ പേഴ്സൺ റിലേറ്റ് ടു ദ വേൾഡ്, while intellectual disability is characterized by intellectual impairment and deficits in other areas such as self-care and interpersonal skills.
എന്നാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഒരു പേഴ്സണും അയാളുടെ വേൾഡുമായിട്ടുള്ള റിലേഷനിലാണ്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസോർഡേഴ്സ്, മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ ദ ഏരിയ ഓഫ് സെൽഫ് കെയർ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ആക്സസ് 2 എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആക്സസ് 3, ദാറ്റ് ഈസ് ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ്. ആക്സസ് 3 വാസ് യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർ വേഴ്സൺ ആക്സസ് 1 ആൻഡ് ആക്സസ് 2 ഡിസോർഡേഴ്സ്. ഈ ആക്സസ് 1ലും ആക്സസ് 2ലും പറഞ്ഞിരിക്കുന്ന മെൻ്റൽ ഡിസോർഡേഴ്സിനെ വേഴ്സൺ ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജനറൽ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചാണ് ആക്സസ് 3ൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് HIV or AIDS, ബ്രെയിൻ ഇഞ്ചുറീസ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്സസ് 1ലും ആക്സസ് 2ലും പറഞ്ഞിരിക്കുന്ന മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വേഴ്സ് ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആക്സസ് 3ൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദെൻ ആക്സസ് 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൈക്കോ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എനി സോഷ്യൽ ഓർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം that may impact axis 1 and axis 2 disorders are accounted for this axis. ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റോ ആയിട്ടുള്ള പ്രോബ്ലംസ് ആക്സസ് 1ൽ വരുന്ന അല്ലെങ്കിൽ ആക്സസ് 2ൽ വരുന്ന പ്രോബ്ലംസിനെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്സസ് 4ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദീസ് ഇൻക്ലൂഡ് സച്ച് തിങ്സ് ആസ് അൺഎംപ്ലോയ്മെൻറ്റ്, റീലൊക്കേഷൻ, ഡിവോഴ്സ്, ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ്. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങൾ കൊണ്ട് ആക്സസ് 1ലും ആക്സസ് 2ലും വരുന്ന അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിനെ എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേഴ്സൺ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ആക്സസ് 4ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ആക്സസ് 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്ലോബൽ അസസ്മെൻറ്റ് ഓഫ് ഫങ്ഷനിങ്. ആക്സസ് 5 is where the clinicians give their impressions of clients' overall level of functioning. അപ്പോൾ ഈ ആക്സസ് 1, 2, 3, 4 ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ക്ലിനീഷ്യൻ അതിന് കൊടുക്കുന്ന ഒരു ഓവറോൾ ഇംപ്രഷനാണ് ഈ ആക്സസ് 5ൽ പറഞ്ഞിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദിസ് അസസ്മെൻറ്റ് ക്ലിനീഷ്യൻസ് കുഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ അതർ 4 ആക്സസ് ഇൻട്രാക്റ്റഡ് ആൻഡ് ഇഫക്റ്റ് ഓൺ ഇൻഡിവിജ്വൽസ് ലൈഫ്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റ് 4 ആക്സസ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും, ഇൻട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ഈ ആക്സസ് 5ലൂടെ ഒരു ക്ലിനീഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ആക്സസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇവരിത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം DSM-4 TRന് ശേഷം ഉണ്ടായ റിവിഷനാണ് DSM-5 എന്ന് പറയുന്നത്. The 5th edition of Diagnostic and Statistical Manual of Mental Disorder, that is DSM-5, was approved by a Board of Trustees of APA on December 1st, 2012. 2012 December 1st ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഓഫ് APA അപ്രൂവ്ഡ് ചെയ്തത് ഈ DSM-5ൻ്റെ റിവിഷൻ അപ്രൂവ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഓൺ May 18, 2013. അപ്രൂവ് ചെയ്തതെങ്കിൽ കൂടിയും അവർ പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? May 18, 2013. It contains extensively revised diagnosis and broadens diagnostic definitions. അവർ ഒരുപാട് DSM-4ൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് DSM-5 ഉള്ളത്. അപ്പോൾ ദ മേജർ എഡിഷൻ ഓഫ് ദിസ് മാനുവൽ ഈസ് DSM-5. ഈ 20 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഒരു മേജർ എഡിഷൻ എന്ന് പറയുന്നത് ഈ DSM-5 ആണ് എന്നാണ് പറയപ്പെടുന്നത്. The DSM-5 contains a number of significant changes from earlier DSM-4. The most obvious change is the shift from using Roman numerals to Arabic numbers, and DSM-5 eliminate multi-axial system. The DSM-5 lists categories of disorders along with number of different related disorders. അപ്പോൾ DSM-5ൽ അവർ റോമൻ ന്യൂമറൽസിൽ നിന്ന് മാറി അറബിക് ന്യൂമറൽസിലേക്ക് വന്നു. അതുപോലെ തന്നെ DSM-4ൽ പറഞ്ഞ പോലെ മൾട്ടി ആക്സൽ സിസ്റ്റത്തിനെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ DSM-5ൽ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇവർ ഒരു ഡിസോർഡറിനോടൊപ്പം തന്നെ അതിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ ഡിസോർഡർ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തത്.
DSM-5 അവർ ഉൾപ്പെടുത്തിയ കുറച്ച് എക്സാമ്പിൾസുകളാണ് ഇതിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ബൈപ്പോളർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഒബ്സസീവ് ആൻഡ് കമ്പൽസീവ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അതൊക്കെ അത്തരത്തിൽ അവർ ഒരു ഡിസോർഡറുമായി ബന്ധപ്പെട്ട് ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ ഡിസോർഡറുകൾ, മെൻ്റൽ ഡിസോർഡറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഈ DSM-5 വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് DSM-5 കുറിച്ച് പറയാനുള്ളത്. മെൻ്റൽ ഡിസോർഡർ എന്താണെന്നും DSM എന്താണെന്നും അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.